നമസ്കാരം, ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം. മീനച്ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. കിണറിൽ ഒരു തുള്ളി വെള്ളമില്ല. നഗരകാന്താരത്തിൻ്റെ ഈ നിത്യപ്രയാണങ്ങൾക്ക് നടുവിൽ ഗ്രാമത്തിൻ്റെ അല്പം തണലും തണുപ്പും തേടിയാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര. അത് ചെന്നു നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രശാന്തസുന്ദരമായ വെളിയം എന്ന ഗ്രാമത്തിൽ. ഇവിടെ കൃഷിയുടെ കുളിർക്കാന്തിയുമായി സമ്മർലാൻഡ് ഫാം ഒരുങ്ങി നിൽക്കുന്നു. കാണാം ഇത്തിരി പച്ചപ്പിൻ്റെ ഒത്തിരി കാഴ്ച. തട്ടുതട്ടായി കിടക്കുന്ന നർത്തകിയുടെ ചേല പോലെയാണ് ഈ ഭൂമിയെ. ഇവിടെയാണ് സമ്മർലാൻഡ് ഫാമിൻ്റെ ആസ്ഥാനം. സമ്മർലാൻഡ് ഫാമിൻ്റെ പച്ചപ്പുൽ തേടിയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്രയാകുന്നത്. പ്രവാസി ജീവിതത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ വിനോദ് എന്ന ചെറുപ്പക്കാരൻ്റേതാണ് സമ്മർലാൻഡ് എന്ന ഫാം. ഏതാണ്ട് 3 ഏക്കറോളം വരും സമ്മർലാൻഡിൻ്റെ ഭൂമിയെ. ദുബായിലും സൗദി അറേബ്യയിലും മറ്റും ക്രെയിൻ ഓപ്പറേറ്ററായിരുന്ന വിനോദ് മണലാരണ്യത്തിൽ ചിലവഴിക്കുമ്പോഴും നാട്ടിലെ ഇത്തിരി പച്ചപ്പിലായിരുന്നു മൻ. ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലം ഗൾഫിൽ നിന്ന് സേവനമനുഷ്ഠിച്ച് മടങ്ങി നാട്ടിലെത്തിയ വിനോദ് തൻ്റെ 3 ഏക്കർ വരുന്ന സ്വന്തമായ സ്ഥലം കൃഷിയുടെ മഹാസാമ്രാജ്യത്തിനായി നീക്കിവെക്കുകയായിരുന്നു. 3 ഏക്കർ വരുന്ന വിശാലമായ ഈ ഭൂമികയുടെ ഒത്ത നടുവിലായി പൈക്കൾക്കായി ഒരു വലിയ കൂടാരം തീർക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ക്രമേണ പൈക്കൾ, പറവകൾ, മത്സ്യങ്ങൾ, പച്ചക്കറി എന്നിങ്ങനെ കൃഷിയുടെ 70mm സാമ്രാജ്യം നീണ്ടങ്ങനെ പോയി. ഈ കൃഷിഭൂമിയുടെ ഒത്ത നടുവിലാണ് 30ഓളം പൈക്കൾക്കായുള്ള ഒരു ഫാം. യഥാർത്ഥത്തിൽ പൈക്കൾ തന്നെയാണ് ഈ ഭൂമിയുടെ ചൈതന്യം. പറമ്പിലെ എല്ലാവിധ ചൈതന്യത്തിൻ്റെയും നിദാനം പൈക്കൾ തന്നെ. 30ഓളം വരുന്ന പൈക്കളുടെ കൂട്ടത്തിൽ വലിയ ഒരു മിശ്രിതമുണ്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സമ്മർലാൻഡ് ഫാമിൻ്റെ പ്രധാനപ്പെട്ട മേന്മ. നമുക്കറിയാം, ഇന്ന് പൈക്കൾ പലതരമുണ്ട്. വർഷത്തിൽ ഏതാണ്ട് 305 ദിനത്തോളം തന്നെ പാൽ തരുന്ന ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പ്രധാനപ്പെട്ട ഇനമാണ്. പാലിൽ കൂടുതൽ കൊഴുപ്പുള്ള ജേഴ്സി മറ്റൊരു ഇനമാണ്. ഒരേ സമയം കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ പൈക്കളായ സുനന്ദിനി മറ്റൊരു ഇനമാണ്. ജേഴ്സി ഇല്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്ന് വിനോദിനറിയാം. നമുക്കറിയാം, ജേഴ്സി പൈക്കളുടെ പാലിൽ കൊഴുപ്പിൻ്റെ അംശം അല്പം കൂടുതലായിരുന്നു. നേരെ മറിച്ച് അയർലൻഡുകാരികളായ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ കറുപ്പിലും വെളുപ്പിലും ഭംഗി കാട്ടുമ്പോൾ പാൽ ദിനങ്ങൾ കൂടുതലാണ്, എന്നാൽ പാൽ കൊഴുപ്പ് കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ഫാം ആകുമ്പോൾ ജേഴ്സി പൈക്കളും അതോടൊപ്പം തന്നെ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കളും വേണം. ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ്റെ എണ്ണം ഇവിടെ കൂടുതലാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പാൽ മിശ്രിതമാക്കുവാൻ, പാലിൽ കൊഴുപ്പ് അല്പം കൂട്ടുവാൻ 3 മഹിഷങ്ങളെ കൂടി 3 എരുമകളെ കൂടി കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മേന്മ. പ്രതിദിനം 400 ലിറ്ററോളം പാൽ തന്നെ സമ്മർലാൻഡ് ഫാം സംഭരിക്കുന്നുണ്ട്. അവയാകട്ടെ നൽകുന്നത് വെളിയം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ. പൈക്കൾക്ക് വിശാലമായി നിൽക്കുവാൻ വളരെ വിശാലമായ കൂടാരങ്ങളാണ് വിനോദ് തീർത്തത്. നമുക്കറിയാം, തണൽ മരങ്ങൾ കുടപിടിക്കുന്ന നല്ല തണലൊത്ത ഒരു ഭൂമികയിൽ തന്നെ വേണം പൈക്കളുടെ സ്ഥാനം. തീർച്ചയായും അത് അനുവർത്തിച്ചിട്ടുണ്ട് സമ്മർലാൻഡ് ഫാം. ഏതാണ്ട് 30ഓളം പൈക്കൾക്ക് വിശാലമായി നിൽക്കുവാനുള്ള വിശാല കൂടാരങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. വെയിലിൻ്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകളാണ് അതിന് മേൽക്കൂരയായി നിൽക്കുന്നത്. പൈക്കൾക്കാകട്ടെ ദ്വാരക സമാനമായ എല്ലാ സജ്ജീകരണങ്ങളും ഫാമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൈക്കൾക്ക് ആടി ഉലഞ്ഞ് നിൽക്കുവാനായി റബ്ബർ മെത്തകൾ, കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നു വരുന്നതിന് വേണ്ടി വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച തൊഴുത്തുകൾ, വിശാലമായ പുൽത്തൊട്ടികൾ, കുടിക്കുമ്പോൾ വെള്ളം താനെ നിറയുന്ന സ്വയം നിയന്ത്രിത കുടിവെള്ള സംവിധാനം, വിശാലമായ തറ, ഉറച്ച കരിങ്കൽ മെത്തകൾ, ഇവയെല്ലാം ഭംഗിയായി സജ്ജീകരിച്ച് സമ്മർലാൻഡ് ഫാമിനെ മറ്റൊരു ദ്വാരകയാക്കി മാറ്റുവാൻ വിനോദ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പൈക്കൾക്കാകട്ടെ കൃത്യമായ അളവിലാണ് തീറ്റകൾ നൽകുന്നത്. കുറഞ്ഞ തീറ്റയിൽ അല്ലെങ്കിൽ സന്തുലിത തീറ്റയിൽ കൂടുതൽ പാൽ നിർമ്മിക്കുക, കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് വിനോദിൻ്റെ മന്ത്രം. പൈക്കൾക്ക് പെല്ലറ്റാണ് തീറ്റ. സ്വാഭാവികമായും പൈക്കളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 2.5 കിലോ തീറ്റ പൈക്കൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഓരോ ലിറ്റർ പാലിനും 400 ഗ്രാം തീറ്റ, പെല്ലറ്റ് തീറ്റ അധികമായി ഉണ്ട്. പൈക്കളുടെ ആരോഗ്യത്തിനും ഉൽപ്പാദനത്തിനും ഏറ്റവും പ്രധാനം പുൽത്തീറ്റയാണ്. പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ് എന്ന് വിനോദിനറിയാം. 3 ഏക്കർ വരുന്ന ഈ കൃഷിയിടത്തിൽ ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പൂർണ്ണമായും തീറ്റപ്പുൽ കൃഷിയാണ്. CO3യും CO5ഉം സിഗ്നലും എല്ലാം ഇവിടെ യഥേഷ്ടം വിളയും. ഓരോ 45-ാം പൈക്കവും പച്ചപ്പുല്ലിൻ്റെ കൊയ്ത്തുണ്ട്. പച്ചപ്പുല്ല് യഥേഷ്ടം തൊഴുത്തിലെത്തിച്ച് പൈക്കൾക്ക് നൽകിയാൽ നല്ല പാലുൽപാദനം സാധ്യമാക്കും എന്ന് കൃത്യമായി സമ്മർലാൻഡ് ഫാമിൻ്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നു.
ഫാമിങ്ങിൽ ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിക്കുക എന്നതാണ് സമ്മർലൻഡ് ഫാമിൻ്റെ രീതി. നമുക്കറിയാം, പൈക്കൾക്കായി വിശാല കൂടാരങ്ങൾ ഉള്ളപ്പോൾ തന്നെ പൈക്കൾക്കായി ഓരോ വർഷവും ബോണസായി ലഭിക്കുന്ന കുട്ടികൾക്കായി മറ്റൊരു കൂടാരം കൂടി ഒരുക്കിയിരിക്കുന്നു. കാഫ് പെൻ എന്നാണ് ഇതിൻ്റെ പേര്. ഏതാണ്ട് 30 അടി നീളത്തിലും 15 അടി വീതിയിലുമായി ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഇവിടമാണ് കിടാങ്ങളുടെ ആസ്ഥാനം. പൈക്കൾക്ക് പിറന്നു വീഴുന്ന ഓരോ കിടാങ്ങളെയും ആദ്യ ദിവസം തന്നെ ഇവിടെ എത്തിക്കുകയാണ് പതിവ്. പൈക്കളുടെ ശരീരഭാരത്തിൻ്റെ 10-1 ഭാരം മാത്രം വരുന്ന പാൽ കൊടുത്ത് ഇവയെ വളർത്തുക എന്നുള്ളതാണ് തന്ത്രം. ഫലമോ, പൈക്കളുടെ പാല് പൂർണ്ണമായും കറന്നെടുക്കാൻ കഴിയും. കിടാങ്ങളുടെ ശരീര തൂക്കത്തിന് അനുസൃതമായ പാൽ അതിൻ്റെ ആരോഗ്യത്തിനായി കിടാങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കൊളസ്ട്രം എന്ന കന്നിപ്പാൽ ആദ്യത്തെ 5 ദിവസം കുടിപ്പിച്ചാൽ പിന്നെ ഇവിടെ തന്നെയാണ് കിടാങ്ങളുടെ വാസം. കിടാങ്ങൾക്കായി പ്രത്യേകം തീറ്റ, അതായത് കാഫ് സ്റ്റാർട്ടർ തയ്യാറാക്കി നൽകുക എന്നത് സമ്മർലാൻഡ് ഫാമിൻ്റെ മറ്റൊരു രീതിയാണ്. കടലപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ഉണക്കക്കപ്പ, ഉപ്പിയേർക്കാത്ത ഉണക്ക മത്സ്യം ഇവയൊക്കെ ചേർത്ത് വളരെ സമീകൃതമായ തീറ്റ തയ്യാറാക്കി നൽകുകയും അതോടൊപ്പം തന്നെ പാൽ കറന്ന് നൽകുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. ഓരോ 21 ദിവസം കൂടുമ്പോഴും കിടാങ്ങൾക്കായി വിരമരുന്ന് നൽകുകയും തുടർച്ചയായി 3 പ്രാവശ്യം കൊണ്ട് കിടാങ്ങളെ ചേതനയുള്ളവരാക്കി ചൈതന്യമുള്ളവരാക്കി മാറ്റുന്നതിലൂടെ നല്ല പൈക്കളെ കൂടി സൃഷ്ടിക്കാൻ കഴിയും എന്ന് സമ്മർലാൻഡ് ഫാമിൻ്റെ അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു. വെളിയം പോലെയുള്ള ഈ ചെറുഗ്രാമത്തിൽ സ്വർഗത്തിൻ്റെ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കുവാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന വിനോദ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം വിനോദ്. നമസ്കാരം. ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം കാലം പ്രവാസി മലയാളിയായിരുന്നു. മണലാരണ്യങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്വർഗം മനസ്സിലുണ്ടായിരുന്നു? എന്തായിരുന്നു നിങ്ങൾ വിഭാവന ചെയ്ത അതേപടി ഇവിടെ പ്രാവർത്തിയാക്കാൻ കഴിഞ്ഞോ? ഏകദേശം ഇപ്പോൾ ഏതാണ്ട് 85% ശതമാനത്തോളം പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഫാമിംഗ് രീതി. ഈ ഫാമിങ്ങിൽ നിന്ന് പ്രധാനമായും കിട്ടുന്നത് ഒരു മാനസിക ഉല്ലാസമാണോ വരുമാനമാണോ? വരുമാനവും ഉണ്ട്, അതിന് ഉപരി നമുക്ക് വേണ്ടുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കിട്ടാറുള്ളത്. എൻ്റെ 12 മണിക്കൂറോളം ടൈം ഇവിടെ തന്നെയാണ് ഞാൻ നിക്ഷേപിക്കുന്നത് ഒരു ദിവസം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ വിവിധ പ്രവർത്തനങ്ങളിൽ വിനോദം ഏർപ്പെടാറുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കാമോ? എപ്പോഴാണ് ഇവിടെ വരുന്നത്? ഞാൻ ഏകദേശം രാവിലെ ഒരു 5 മണിക്ക് ഇവിടെ എത്താറുണ്ട്. 5 മണിക്ക് എത്തുന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് പശുവിൻ്റെ കറവയാണ്. ആ സമയത്ത് വന്ന് ജോലിക്കാരെ എല്ലാം അറേഞ്ച് ചെയ്തു. അവർ തന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്യിപ്പിച്ച് 7 മണിയോടുകൂടി കറവ അവസാനിപ്പിക്കും. അതിനുശേഷം പിന്നെ ഇവിടെ കൊടുക്കാനുള്ളതും പാക്കറ്റ് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഇവിടെ വെളിയം ക്ഷീരസംഘത്തിൽ ഏകദേശം 150ഓളം ലിറ്റർ പാല് രാവിലെ കൊടുക്കും. അതിനുശേഷം വീട്ടിൽ പോയി ബാക്കിയുള്ള എൻ്റെ കുളി കാര്യങ്ങൾ, ആഹാരം ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇവിടെ വന്നതിന് ശേഷം പശുക്കളെ എല്ലാം നല്ല രീതിയിൽ ഇവരുടെ ജോലിക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അതിന് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം വാച്ച് ചെയ്യും. കൊടുക്കാനുള്ളതിനെല്ലാം കൊടുക്കും. അതിനുശേഷം വീണ്ടും ഇവിടെ വേറെ പണികളുണ്ട്. പിന്നെ കൃഷി കാര്യങ്ങളുമായിട്ട് ഒരു 12 മണി വരെ അങ്ങനെ അങ്ങ് പോകും. 12 മണി കഴിയുമ്പോൾ വീണ്ടും പശുവിനെ കുളിപ്പിക്കാനായിട്ട് ജോലിക്കാർ തയ്യാറാവും. ആ സമയത്ത് ഞാൻ കൂടെ കാണും. കറവ ഒരു 2 മണിക്ക് തുടങ്ങും. 2 മണിക്ക് തുടങ്ങുന്ന കറവ ഏകദേശം 3:30ഓളം സമയം ആകുമ്പോൾ തീരും. പാക്കറ്റ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തതിന് ശേഷം 4 മണിക്ക് വീണ്ടും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ കൊണ്ടുപോയിട്ട് ഞാനൊരു 5 മണിയാകുമ്പോഴത്തേന് വീണ്ടും ഇവിടെ വരും. അതിനുശേഷം വൈകുന്നേരം കുറച്ച് കൃഷി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടും. വൈകിട്ട് അവർക്ക് പശുവിന് കൊടുക്കാനുള്ള പുല്ല്, തീറ്റി, ആഹാരങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോകുന്നത് ഒരു 7 മണിയോളമാകും.